ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെ ദയനീയ തോൽവിയോ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ പൂർണ്ണ ഭൂരിപക്ഷത്തിനാവശ്യമായ സീറ്റുകൾ നേടാനാകാത്തതിൻ്റെ ദുഃഖമോ ഒന്നുമല്ല വലിയ പ്രശ്നം. അത് അയോധ്യയിലെ തോൽവിയാണ്. അയോധ്യയിലെ തോൽവിക്ക് തുല്യമായ ഒരു ദുഃഖവും നിലവിൽ ബി.ജെ.പിക്കില്ല. രാഷ്ട്രീയത്തിലും യുദ്ധത്തിലും ഒരു തോൽവിയും ശാശ്വതമല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും ഈ തോൽവി അങ്ങനെയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ അയോധ്യയിലെ പരാജയത്തിൽ നിന്ന് കരകയറാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുന്നില്ല. ഇലക്ഷൻ ഫലം വന്ന് 10 ദിവസങ്ങൾ പിന്നിട്ടിരിക്കെ പാർട്ടി നേതാക്കൾ ഇപ്പോഴും ശ്രീരാമനെ ഓർക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അയോധ്യയിലെത്തി രാംലാലയെ സന്ദർശിച്ചുവെന്ന വാർത്തകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠയ്ക്കും അതിന് അനുബന്ധമായ മറ്റു പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിന്ന ബി.ജെ.പി നേതാക്കൾക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ബി.ജെ.പി നേതാക്കളെ അയോധ്യ ഇത്രത്തോളം വിഷമിപ്പിക്കുന്നത്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി.ജെ.പിയും എൻ.ഡി.എയുമായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് ജയത്തോട് അനുബന്ധിച്ച് ബി.ജെ.പി ജയ് ശ്രീറാം എന്നതിന് പകരം ജയ് ജഗന്നാഥ് എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ജയ് ശ്രീറാം എന്നതിന് പകരം ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചത്? യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ഭാരതീയ ജനതാ പാർട്ടി ഒരു പുതിയ കോട്ട കീഴടക്കി എന്നാണ്. ആ കോട്ടയുടെ പേര് ഒറീസ എന്നാണ്. ജഗന്നാഥൻ അഥവാ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ഒറീസയിലെ ജഗന്നാഥപുരിയിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ജയ് ജഗന്നാഥ് എന്ന് ഉപയോഗിച്ചത്. അതേസമയം രാംലാല എന്ന ശ്രീരാമനും വിഷ്ണുവിൻ്റെ അവതാരമാണ്, അതുപോലെ ശ്രീകൃഷ്ണനും. പക്ഷേ പാർട്ടി പ്രവർത്തകർ ഈ സന്ദേശം തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. അതിന് അനുബന്ധമായി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും നേതാക്കളും പ്രവർത്തകരും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ജയ് ശ്രീറാം എന്ന് വിളിക്കുകയോ ചെയ്യുന്നില്ല. രാമക്ഷേത്ര നിർമ്മാണം ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ഉജ്ജ്വലമാക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള പരാജയം ബി.ജെ.പിയെ തേടിയെത്തിയത്. എന്തായാലും അതുകൊണ്ടാകണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള പ്രമുഖരോ യു.പിയിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാക്കളോ ഇതുവരെ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കാനോ ശ്രീരാമൻ്റെ അനുഗ്രഹം തേടാനോ ശ്രമിച്ചിട്ടില്ല. ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണെങ്കിലും ഭരണം കിട്ടിയതിൽ ശ്രീരാമൻ്റെ സഹായം ഉണ്ടെന്ന് ഏതെങ്കിലും പ്രവർത്തകനോ നേതാവോ ഇപ്പോൾ പറയാത്തത് എന്തുകൊണ്ടാണ്? മാസത്തിൽ 3 തവണ അയോധ്യ സന്ദർശിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലും ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം അയോധ്യയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതുകൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം. അയോധ്യയിൽ ബി.ജെ.പിയുടെ പ്രകടനം എല്ലായ്പ്പോഴും അവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് കിടന്നിരുന്നു. അയോധ്യയുടെ മഹത്വവും അവിടുത്തെ പ്രതിഷ്ഠയായ ശ്രീരാമൻ്റെ മഹത്വവും കൊണ്ടാണ് 1984 2 പാർലമെൻറ്റ് സീറ്റുകൾ മാത്രം നേടിയ ബി.ജെ.പി ഇന്ന് രാജ്യത്തെ ഏറ്റവും ശക്തമായ പാർട്ടിയായി മാറിയതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ഉടൻ തന്നെ ബി.ജെ.പി തോറ്റുവെന്നുള്ളത് ചരിത്രം. അതേസമയം ഇതിനു മുൻപ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവമുണ്ടായപ്പോൾ പാർട്ടിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ആരും ഓർക്കുന്നില്ല. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ അയോധ്യ നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് പരാജയം നേരിടേണ്ടി വന്നു. സമാജ്വാദി പാർട്ടി നേതാവ് തേജ് നാരായൺ പാണ്ഡെ എന്ന പവൻ പാണ്ഡെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയത്. 1405 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പവൻ പാണ്ഡെ അന്ന് അയോധ്യ നിയമസഭാ സീറ്റ് പിടിച്ചെടുത്തത്. മാത്രമല്ല ഉത്തർപ്രദേശിൽ ഭരണത്തിൽ തിരിച്ചെത്താനും അന്ന് ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. 1985 നടന്ന പാലംപൂർ സമ്മേളനത്തിലാണ് രാമജന്മഭൂമിയെ മോചിപ്പിക്കുമെന്ന് ബി.ജെ.പി ആദ്യമായി പാർട്ടി വേദിയിൽ നിന്ന് പ്രതിജ്ഞയെടുത്തത്. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയുടെ പേരിൽ ബി.ജെ.പി ഹിന്ദി ബെൽറ്റ് മുഴുവൻ ബി.ജെ.പി തൂത്തുവാരി. പക്ഷേ ഫൈസാബാദിൽ, അതായത് അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മിത്ര സെൻ യാദവ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് മാത്രമല്ല, അയോധ്യ നിയമസഭാ സീറ്റും അന്ന് ബി.ജെ.പിക്ക് നഷ്ടമായിരുന്നു. ജനതാദളിൻ്റെ ജയ് ശങ്കർ പാണ്ഡെയാണ് അന്ന് അവിടെ നിന്നും വിജയിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പി അയോധ്യയെ എന്നൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ടോ അന്നെല്ലാം അതിൻ്റെ ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. 54,567 വോട്ടുകൾക്കാണ് ഇത്തവണ ബി.ജെ.പി ഫൈസാബാദ് മണ്ഡലത്തിൽ തോറ്റത്. ആ തോൽവി ഒരു വലിയ തോൽവിയല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം.
BJPയുടെ ലല്ലു സിംഗ് നേടിയ 4,99,722 വോട്ടുകൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെയും ശ്രീരാമൻ്റെയും പേരിലായിരുന്നു. ലല്ലു സിംഗിൻ്റെ മുഖം കണ്ട് 5 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തില്ല എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ശ്രീരാമൻ്റെ പേരിലുമാണ് ലല്ലു സിംഗ് വോട്ട് തേടിയത്. എന്നാൽ ജനങ്ങൾ അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ലല്ലു സിംഗിന് എതിരെ വോട്ട് ചെയ്ത ഈ 5 ലക്ഷം പേരെ ഒരിക്കലും പുച്ഛിക്കാനും കഴിയില്ല. കേന്ദ്രത്തിൽ തുടർച്ചയായി 3-ാം തവണയും സർക്കാർ രൂപീകരിച്ചതിൻ്റെ ക്രെഡിറ്റ് രാമക്ഷേത്രത്തിനും അവിടുത്തെ പ്രതിഷ്ഠയായ ശ്രീരാമനും ആണ് BJP നൽകിയത്. ഒരർത്ഥത്തിൽ രാമക്ഷേത്ര നിർമ്മാണം BJPക്ക് അനുകൂലമായി മാറി എന്നതിൽ സംശയമില്ല. രാമക്ഷേത്ര നിർമ്മാണത്തെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മുതലാക്കി എന്നത് വേറെ കാര്യം. എന്നാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ അവർ മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയോധ്യ ഉൾപ്പെടെ UPയിൽ BJPയുടെ പരാജയത്തിന് ഇതും ഒരു കാരണമാണ്. UPയിൽ നിന്ന് 33 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നേടാനായത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്തെ തുടച്ചു നീക്കിയിരുന്നു. 10 വർഷം തുടർച്ചയായി അധികാരത്തിലിരിക്കുമ്പോൾ ഏതൊരു നേതാവിനും പാർട്ടിക്കുമെതിരായ അതൃപ്തിയുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു എന്ന രീതിയുണ്ട്. ഇത് BJP സ്വപ്നത്തിൽ പോലും കരുതാത്ത ഉത്തർപ്രദേശിലാണ് പ്രാവർത്തികമായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളോ മറ്റോ നടന്നിട്ടില്ല എന്നുള്ളതുകൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കണം. അയോധ്യയിൽ BJPയുടെ തോൽവിക്ക് ശേഷം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് അയോധ്യ എന്ന വാക്ക്. ചിലർ അയോധ്യയിലെ ജനങ്ങളെ വില്ലന്മാരായി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ അയോധ്യയിലേക്ക് പോകും, പക്ഷേ അവിടെ നിന്നും ഒന്നും വാങ്ങില്ലെന്നും പറയുന്നുണ്ട്. അതിനിടെ പ്രധാനമന്ത്രി മോദി ജയ് ജഗന്നാഥ് എന്ന് വിളിക്കുന്ന ANIയുടെ വീഡിയോ വൈറലായതോടെ അതിനെതിരെ അയോധ്യയിലെ ഈ റിക്ഷ ഡ്രൈവർമാർ രംഗത്തെത്തിയിരുന്നു. വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ തങ്ങൾക്ക് സഞ്ചാരികളെ കിട്ടുന്നില്ല എന്നും ചെലവ് വഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഇവർ പറയുന്നത്. ഇതും മുതലെടുത്തുകൊണ്ട് BJPയെ നഖശിഖാന്തം എതിർക്കുന്നവർ രംഗത്തെത്തുകയായിരുന്നു. ചുരുക്കത്തിൽ രാമക്ഷേത്രം സംബന്ധിച്ച് BJPയുടെ പ്രചരണം പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ജൂൺ 4-ന് ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അയോധ്യയിൽ ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നൗതപയുടെ തുടക്കമായിരുന്നു ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണം. സൂര്യൻ ചന്ദ്രൻ്റെ രാശിയിൽ, അതായത് രോഹിണി രാശിയിൽ പ്രവേശിക്കുമ്പോൾ ചന്ദ്രൻ സാധാരണയായി 9 നക്ഷത്രങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചൂട് പിടിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാലയളവിനെയാണ് നൗതപ എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ഇത് സാധാരണയായി അന്തരീക്ഷം എപ്പോഴും കൊടും ചൂടിലായിരിക്കും. 2024 നൗതപ മെയ് 25-ന് ആരംഭിച്ച് ജൂൺ 2-ന് അവസാനിക്കുമെന്നാണ് പഞ്ചാംഗം പറയുന്നത്. ഈ 9 ദിവസത്തേക്ക് വർഷത്തിലെ ഏറ്റവും ചൂടേറിയ സമയമായിരിക്കുമെന്നാണ് വിശ്വാസം. നൗതപയുടെ സമയത്ത് ഭക്തരുടെ എണ്ണം 2 മടങ്ങ് കുറഞ്ഞുവെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന് 2 ദിവസം മുൻപ് അമർ ഉജാല തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രാംലാലയുടെ സദസ്സിൽ സന്ദർശനത്തിനും ആരാധനയ്ക്കുമായി ദിവസവും 1.5 ലക്ഷം ഭക്തർ എത്തുമ്പോൾ നൗതപയിൽ ഇത് 50,000 അല്ലെങ്കിൽ 60,000 കുറഞ്ഞു. എന്നാൽ ജൂൺ 2-ന് നൗതപ അവസാനിച്ചപ്പോൾ രാംലാലയുടെ പരിസരത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്തരുടെ ക്യൂ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് വൈകുന്നേരം 5 മണി ആയപ്പോഴേക്കും 81,000 ഭക്തർ അയോധ്യ രാമക്ഷേത്രത്തിൽ എത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ഹിന്ദുക്കൾ അവരുടെ ചരിത്രത്തിലെ അഭിമാനത്തിൻ്റെ പ്രതീകമായാണ് രാമക്ഷേത്രത്തെ കാണുന്നത്. രാജ്യത്തുടനീളം രാമക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ഹനുമാൻ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇതിൻ്റെ പ്രതീകമാണ്. അയോധ്യയിൽ പോലും ഹനുമാൻ ഗർഹയോട് ഭക്തർക്ക് കൂടുതൽ ബഹുമാനമുണ്ട്. ഹിന്ദു ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായാണ് BJP രാമക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം തകർക്കാതിരിക്കേണ്ടത് BJPയുടെ കടമയാണ്. തിരഞ്ഞെടുപ്പിലേറ്റ തോൽവിയൊക്കെ മറന്ന് BJP നേതാക്കൾ രാമക്ഷേത്രത്തിലേക്ക് വരാനും പോകാനും തുടങ്ങിയില്ലെങ്കിൽ ജനങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുമെന്ന് മാത്രമല്ല, ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രത്തെ മുന്നിൽ നിർത്തി കളിക്കാൻ BJPക്ക് കഴിയാതെ വരികയും ചെയ്യും.